ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ഫോർമേഷനും കാര്യങ്ങളൊക്കെ നോക്കാനാണ്. അപ്പോൾ ഒരു നൈസ് ഫോർമേഷനാണ്, ഡിവിഷൻ മാച്ചിലൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയൊരു ഫോർമേഷനാണ്. പിന്നെ താല്പര്യമുള്ളവർക്ക് ട്രൈ ആക്കി നോക്കേണ്ട ഒരു ഫോർമേഷൻ തന്നെയാണ് ഇത്. ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. നല്ലൊരു ഫോർമേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താല്പര്യമുള്ളവർക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിലും കൂടി കയറി ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഫോർമേഷൻ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ 4-2-1-3 ആണ്. ഒരു നൈസ് ഫോർമേഷനാണ്. പിന്നെ ഇത് ലോങ് ബോൾ കൗണ്ടറിലാണ് ഇച്ചിരി കൂടി എഫക്റ്റീവായിട്ട് കളിക്കാൻ പറ്റുന്നത്. പിന്നെ പൊസിഷൻ ഗെയിം കുഴപ്പമില്ല, ലോങ് ബോൾ കൗണ്ടറിൽ തന്നെ കളിക്കാൻ നോക്കുക. ആദ്യം തന്നെ നമുക്ക് ഗ്രാഫ് നോക്കാം. ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആദ്യം ഗോൾ കീപ്പറെ നോക്കാം. ഗോൾ കീപ്പർ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പറെ കൊണ്ട് വയ്ക്കുക. അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണെങ്കിൽ ഇച്ചിരി കൂടി ബെസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തൂക്കിയെറിയൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ട്. അറ്റാക്കിംഗ് ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ്ഫുള്ളായിരിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിലിപ്പോൾ കുറേ ഗോൾ കീപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏതാണ് നല്ല ഗോൾ കീപ്പറെന്ന് അറിയാനായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്കൊന്ന് പോയി കാണാം. പിന്നെ ഡിഫൻഡേഴ്സ് CB നോക്കുകയാണെങ്കിൽ ഒരു ബിൽഡപ്പ് പ്ലസ് ഡെസ്ട്രോയർ, അതാണ് നല്ലത്. നല്ല സ്പീഡുള്ള ഡിഫൻഡേഴ്സിന് വയ്ക്കാൻ നോക്കുക. 85 എബോ സ്പീഡ് വയ്ക്കാൻ നോക്കുക. പിന്നെ രണ്ട് സൈഡും ഹൈറ്റ് ഇല്ലാത്ത ഡിഫൻഡേഴ്സിനെ പിടിച്ചിടരുത്. ഞാനിവിടെ ഇട്ടേക്കുന്നത് ഡെസ്ട്രോയർ കന്നവരക്ക് ഹൈറ്റ് ഇല്ല, പക്ഷേ ബിൽഡപ്പ് വാൻഡേക്കാണ്. അപ്പോൾ കുഴപ്പമില്ല. ഒരു സൈഡ് ഹൈറ്റ് ഇല്ലാത്ത ഇട്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് ഹൈറ്റ് ഇല്ലാത്ത ഇടാൻ നിൽക്കരുത്. ഒരു സൈഡ് ഹൈറ്റ് ഉള്ളത് അപ്പുറത്തെ സൈഡ് ഹൈറ്റ് ഇല്ലാത്തത് ഇടാൻ ശ്രദ്ധിക്കുക. രണ്ട് സൈഡ് ഹൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതായിരിക്കും ഇച്ചിരി കൂടി നല്ലത്. പിന്നെ ഇനി RB നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡും ഡിഫൻസീവ് ഫുൾ ബാക്കിന് ഇടാൻ ശ്രദ്ധിക്കുക. നല്ല സ്പീഡും എല്ലാം ഉള്ള. പിന്നെ ഡിഫൻസീവ് ഫുൾ ബാക്ക് നല്ലതില്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു നല്ല ഡിഫൻസീവ് ഫുൾ ബാക്ക് ഇല്ല. എൻ്റെ ഇവിടെ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് കസേരാസിനെ വെച്ചേക്കണം. കസേരാസ് അറ്റാക്കിങ്ങും ഡിഫൻസിങ്ങും ഒരേപോലെ തരും. അപ്പോൾ ഇങ്ങനത്തെ അറ്റാക്കിങ്ങും ഡിഫൻസൊക്കെ ഒരേപോലെ തരണമല്ല RB ഉണ്ടെങ്കിൽ അവരെ പിടിച്ചിട്ടിട്ട് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഇവിടെ ഡിഫൻസീവ് കൊടുത്താൽ മതി. RB ഒക്കെ ആണെങ്കിൽ കുണ്ടയാണെങ്കിൽ നല്ല ഡിഫൻസീവ് ഫുൾ ബാക്ക്, നല്ല സ്പീഡും എല്ലാം ഉണ്ട്. പിന്നെ അടുത്ത DMF ഒക്കെ ആണെങ്കിൽ ആങ്കർമാൻ. അപ്പോൾ അതിൽ വേറെ മാറ്റമൊന്നുമില്ല, ആങ്കർമാൻ തന്നെ ഒരു സൈഡ് വേണം. പിന്നെ ആങ്കർമാൻ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഈ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഈ സൈഡിലായിട്ടും പിന്നെ ഡെസ്ട്രോയറിൻ്റെ മുകളിലായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഓർക്കസ്ട്രേറ്റ്, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓർക്കസ്ട്രേറ്റ് വയ്ക്കാം, ബോക്സ് ടു ബോക്സ് വയ്ക്കാം, ഏത് വേണമെങ്കിലും വയ്ക്കാം. പിന്നെ ഇവിടെ തൂക്കിയെറിയാൻ വേണ്ടിയാണ് ഓർക്കസ്ട്രേറ്റ് വെച്ചേക്കണം. അല്ലെങ്കിൽ ഈ ക്യാൻറ്റീന് വയ്ക്കാം, അല്ലെങ്കിൽ ഈ ഗൊച്ചുവിനാണ് വയ്ക്കാം. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ AMF ഹോൾ പ്ലെയർ തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. അത് വേറെ ചോയ്സൊന്നുമില്ല. ഹോൾ പ്ലെയറാണ് അവിടെ ഇച്ചിരി കൂടി ബെറ്റർ. കയ്യിലുള്ളൊരു നല്ല ഹോൾ പ്ലെയറെ പിടിച്ചെടുക്കാൻ നോക്കുക. ഞാൻ ഇവിടെ ഫെർമിൻ ലൂപ്പസ് ഉണ്ട്, ലംബാർഡും ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഇടും, ലംബാർഡിനെ ഇവിടെ ഇട്ടിട്ട് ഫെർമിൻ ലൂപ്പസിനെ ഇവിടെ പിടിച്ചിടും. ഹസാർഡ് ഫോം ഔട്ടൊക്കെ ആണെങ്കിൽ രണ്ട് ഹോൾ പ്ലെയർ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ വയ്ക്കാൻ നോക്കാം. നല്ലൊരു ഫ്രീ സ്പേസിലൊക്കെ മാറിയുന്ന നല്ല സപ്പോർട്ടും ത്രൂ ബോളും എല്ലാം തരും. പിന്നെ ലെഫ്റ്റ് ഫൂട്ടർ തന്നെ ഈ സൈഡ് ആയിരിക്കണം. നല്ല കർവിന് എല്ലാത്തിനും ഒരു ചാൻസ് കിട്ടുന്ന ഒരു സൈഡാണിത്. ഈ സൈഡ് ഹോൾ പ്ലെയർ പ്രൊലിഫിക് വിങ്ങറാ. കയ്യിലുള്ള ഒരു നല്ലൊരു SSനെ പിടിച്ച് വയ്ക്കാൻ നോക്കുക. അപ്പോൾ പ്രൊലിഫിക് വിങ്ങർ വല്ലതും ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് ഇവിടെ കൗണ്ടർ ടാർഗറ്റ് കൊടുത്താൽ മതി. നല്ല ഓടിക്കയറലും എല്ലാം കിട്ടും. പിന്നെ ഇറങ്ങിയൊന്നും സപ്പോർട്ട് കുറവായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ CF ഗോൾ പോച്ചറെ തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. നല്ലൊരു അറ്റാക്കിങ് അവയർനെസ്സും പിന്നെ ബോൾ കൺട്രോളും പിന്നെ പാസിങ് 70-ലും മുകളിലുള്ള CFനെ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇത്രയൊക്കെ തന്നെ. പിന്നെ നിങ്ങൾ പൊസിഷൻ ഗെയിമിലൊക്കെ കൗണ്ടറിലാണ് ഈ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ ഡീപ് ലൈൻ എടുത്തിട്ട് ആങ്കർമാൻ വെച്ചെടുക്കാൻ നോക്കുക. ഇപ്പോൾ ലോങ് ബോൾ കൗണ്ടർ ആണെങ്കിൽ ആങ്കർമാനെ ഡീപ് ലൈൻ വെക്കാൻ നിൽക്കരുത്. പിന്നെ സബും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ്. ഞാനിപ്പോൾ ഫോം അനുസരിച്ച് വെച്ചേക്കണം.
നെയ്മറൊക്കെ ഇപ്പോൾ ഫോമുള്ളതുകൊണ്ടാണ് ഇവിടെ കയറ്റി വെച്ചേക്കണം. അല്ലെങ്കിൽ നെയ്മറൊന്നും വെക്കലില്ല. പിന്നെ ഹാളൻഡിനെയൊക്കെ ഇറക്കും. ഇപ്പോൾ ഫോമില്ലാത്തതുകൊണ്ടാണ് ഹാളൻഡിനെ ഇറക്കാത്തത്. പിന്നെ ഗോൾ കീപ്പറൊക്കെ ആണെങ്കിൽ ഞാൻ കോർട്ടിയസിനാണ് മിക്കപ്പോഴും ഉപയോഗിക്കൽ. ഇപ്പോൾ കോർട്ടിയസ് ഡി ഫോമിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മൈഗ്നാൻ ഉപയോഗിക്കണം. ഫോമുള്ള പ്ലേയേഴ്സിനെ ഇറക്കാൻ ശ്രദ്ധിക്കുക. ഫോമുള്ള പ്ലേയേഴ്സ് ഇപ്പോൾ കോർട്ടിയസിനെ മൈഗ്നാനേക്കാളും സെറ്റാണ് കോർട്ടിയസ്. ഇപ്പോൾ കോർട്ടിയസ് ഡി ഫോമിലും മൈഗ്നാൻ എ ഫോമിലായതുകൊണ്ട് ഇപ്പോൾ മൈഗ്നാനാണ് ബെസ്റ്റ്. അപ്പോൾ ഫോം നോക്കി ഇറക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫോർമേഷനിലാണ് ഞാൻ കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം, ഞാൻ കളിച്ചേക്കണ കുറച്ച് ക്ലിപ്സ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താല്പര്യമുള്ളവർക്കും ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടി കയറി ഫോളോ ചെയ്തേക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.